ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒട്ടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ പറ്റിയുള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ നന്ദുവിനെ അതിവിദഗ്ധമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതും അതുപോലെ തന്നെ ദേവയാനിയുടെ മാറ്റങ്ങളെല്ലാം തന്നെ നയന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നയന അപ്പം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും തന്നോടമ്മ ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നത്? ഇനി ഒരുപക്ഷെ പുറമെ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് അമ്മയുടെ ഉള്ളിൽ എന്നോട് ഒരുപാടധികം സ്നേഹം ഉണ്ടായിരിക്കുമോ? അങ്ങനെ പല ചിന്തകളാണ് നയനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പിന്നീട് അധികം വൈകിയില്ല, നയനയ്ക്ക് എല്ലാ സത്യങ്ങളും പകല് പോലെ തന്നെ വ്യക്തമാവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നയന ഓരോ സമയത്തായിട്ട് ദേവയാനിയുടെ സംസാരവും പെരുമാറ്റങ്ങളും ഒക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അതുമാത്രമല്ല, ആദർശിനോട് ചെന്ന് പറയുന്നുമുണ്ട്, ആദർശേട്ട, അമ്മയുടെ ചില സംസാരത്തിലും പെരുമാറ്റത്തിലും എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അത് കേട്ട ഉടനെ ആദർശ് പറയുന്നുണ്ട്, അത് നിന്നോടമ്മ തുറന്നു പറഞ്ഞതല്ലേ നയനെ? അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് നിന്നോടെന്നല്ല ആരോടും ഒട്ടും തന്നെ ദേഷ്യമില്ലെന്ന്. മരണത്തിൽ നിന്നല്ലേ അമ്മ തിരികെ എത്തിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അമ്മയിൽ കാണുമെന്ന് പറയും. എന്നാൽ നയനയ്ക്ക് അതത്ര വിശ്വാസമാകുന്നില്ല. അതൊന്നുമല്ല കാരണമെന്ന് പറയാണ് കേട്ടോ നയന. എന്താന്ന് വെച്ചാ, അമ്മ എന്നോട് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ ആ അമ്മ ഇപ്പോൾ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതുമാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം തന്നെ അമ്മ ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചതിന് ശേഷം എന്നെ വന്ന് വിളിക്കുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് തലവേദനയായിട്ട് വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ആദർശേട്ടാ, അമ്മയ്ക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹം. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാ. ആ സമയത്ത് എന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിരുന്നു. അങ്ങനെ ഇതെല്ലാം നയന തുറന്നു പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ആദർശനാണെങ്കിലും എന്തൊക്കെയോ സംശയം തോന്നുകയാണെന്ന് പറയുകയാണ് കേട്ടോ. അതുമാത്രമല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന അബദ്ധത്തിൽ പറഞ്ഞാൽ പോലും അമ്മയ്ക്കതൊരു ഞെട്ടലായിരിക്കും. എന്നെ ഒരു ദിവസം പോലും പിരിഞ്ഞേൽക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല. ഉടനെ ആദർശ് ചോദിക്കുകയാണ്, അപ്പം നയനെ നീ എന്താ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അപ്പം നയന പറഞ്ഞു കൊടുക്കും, ആദർശേട്ടാ, അമ്മയുടെ ഈ ദേഷ്യമൊക്കെ പുറമേ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് എന്നോട് ഒരുപാടധികം സ്നേഹമുണ്ട്. അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് എന്തിന്റെ പേരിലാണെന്ന് മാത്രമേ എനിക്കിനി അറിയേണ്ടതുള്ളൂ. അതെന്തായാലും ഞാൻ വൈകാതെ കണ്ടെത്തും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ഓർത്തത്. അന്ന് നിന്റെ ന്യൂസ് ചാനൽ കണ്ട സമയത്ത് നീ എന്നോട് ചോദിച്ചിരുന്നല്ലോ, ഞാനാണോ ആ വാർത്ത കൊടുത്തതെന്ന്. എന്നാലേ ആ ന്യൂസ് കൊടുത്തത് ആരാണെന്നറിയുമോ? അമ്മ തന്നെയാ. അമ്മയുടെ കൂട്ടുകാരിയുടെ മോള് മീഡിയയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മ തന്നെയാണ് വിളിച്ച് അവരോട് ന്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും നയനെ അങ്ങ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് വിശ്വസിക്കാനാവാതെ വീണ്ടും ചോദിക്കുകയാണ്, ആദർശേട്ടാ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? അമ്മ തന്നെയാണോ എൻ്റെ ന്യൂസ് ചാനലിൽ കൊടുത്തത്? അതേ നയനെ, അവള് നേരിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് അവൾ ആ ന്യൂസ് കൊടുത്തതെന്ന്. എന്തായാലും എനിക്കും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അമ്മ ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല. നീ നല്ല നിലയിൽ എത്തണമെന്നും ഒരുപാട് പ്രശസ്തിയാവണമെന്നും ഒക്കെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ എല്ലാം പ്രാർത്ഥന ദൈവം കേട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ ഇപ്പൊ ശരിക്കും ഈ മരുമകളെ അംഗീകരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെല്ലാം വളരെ സന്തോഷത്തോടെ ആദർശ് നയനയോടായിട്ട് പറയുകയാണ്. നയനയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ആദർശ് പോയി കഴിയുന്നതും നയന മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നാലും അമ്മ എന്തുകൊണ്ടായിരിക്കും എന്നെ ഇത്രമാത്രം ഇപ്പോൾ സ്നേഹിക്കുന്നത്? എന്താണെങ്കിലും എനിക്കത് അറിഞ്ഞേ പറ്റൂ. അമ്മയുടെ വായിൽ നിന്ന് തന്നെ അതെനിക്ക് കേൾക്കണമെന്നൊക്കെ നയന ഉറച്ച തീരുമാനം എടുക്കുകയാണ്. പിന്നീടാണ് നയന ദേവയാനിയെ തന്നെ വാച്ച് ചെയ്യുന്നത്. താഴെ ചെന്ന് നോക്കുന്ന സമയത്ത് അടുക്കളയിൽ കാര്യമായിട്ടുള്ള പരിപാടിയിലായിരിക്കും ദേവയാനി. നയന അടുക്കളയിൽ ചെന്നിട്ട് ദേവയാനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും ദേവയാനി നയനയെ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നത്? അപ്പം നയന പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ ചുമ്മാ വന്നതാ. റൂമിലിരുന്നിങ്ങനെ ബോറടിച്ചപ്പോൾ ഞാൻ അടുക്കളയിലിട്ട് വന്നേ ഉള്ളൂ. മാത്രമല്ല, അമ്മയെ ഒന്ന് സഹായിക്കാമെന്നും കരുതി. ഒരുപാട് നാളായല്ലോ അമ്മേ ഞാൻ അടുക്കളയിലോട്ടൊക്കെ കയറി ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട്. എന്നാൽ ഇന്ന് എൻ്റെ വക എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യാമെന്നൊരു ആഗ്രഹം. എന്നാൽ ദേവയാനി അതിന് സമ്മതിക്കുന്നില്ല. നയനയുടെ നേരെ ചൂടാവുകയാണ്, നീയേ അടുക്കളയുടെ പരിസരത്തേക്ക് പോലും വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി നീയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നൊക്കെ ചൂടായി പറയുന്നത് കേൾക്കുമ്പോൾ നയന തിരിച്ചു പറയുന്നുണ്ട്, അതെ, ഞാൻ ഇന്നേ വരെ ആർക്കും ഭക്ഷണത്തിൽ മായൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എനിക്ക് ഇന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് നയന വാശി പിടിക്കുമ്പോൾ, പറ്റില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത്, നീ പോയേ, നീ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ദേവയാനി തടസ്സം നിൽക്കുകയാണ്. അങ്ങനെ അതൊന്നും പറഞ്ഞ പറ്റില്ല അമ്മേ. കുറേ നാളായില്ലേ ഞാൻ ആദർശേട്ടന് എന്തെങ്കിലുമൊക്കെ എൻ്റെ കൈകൊണ്ട് ഒന്ന് വച്ചു വിളമ്പി കൊടുത്തിട്ട്. ഇന്ന് ആദർശേട്ടന് എനിക്കൊരു സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നയന ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്ന് പാലൊക്കെ എടുത്ത് ആ പാല് സോസ് പാനിലേക്ക് ഒഴിക്കുകയാണ്.
പക്ഷെ നയന ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അതെല്ലാം നോക്കിക്കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയായിരിക്കും ദേവയാനി നിൽക്കുന്നത്. എന്നാൽ നയന തന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യഭാവവും വരുത്തും. എന്തായാലും പിന്നെയും നയനയുടെ അടുത്ത് നിന്ന് ദേഷ്യപ്പെടുകയാണ് ദേവയാനി. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കിന് നിനക്ക് ഒരു വിലയും ഇല്ല അല്ലേ? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ, വിലയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആദർശേട്ടൻ എന്നോട് പറഞ്ഞു ഒരുപാട് നാളായി എന്റെ കൈകൊണ്ടുണ്ടാക്കിയ പായസം കുടിച്ചിട്ടെന്ന്. അപ്പോൾ ആദർശേട്ടന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ പറഞ്ഞ് വീണ്ടും നയന പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ നയന പായസം ഉണ്ടാക്കുന്നത് കണ്ട് ഇമ വെട്ടാതെ നയനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും സ്നേഹത്തോടെ ദേവയാനി. പായസം എല്ലാം റെഡിയാക്കിയതിന് ശേഷം നയന 2 ബൗളെടുത്തിട്ട് പായസം അതിൽ വിളമ്പുന്നുണ്ട്. എന്നിട്ട് വിളമ്പി വെച്ച പായസത്തിന്റെ ഒരു കപ്പ് അവിടെ വെച്ചിട്ട് ബാക്കി ഒരു കപ്പ് പായസമായിട്ട് നയന അവിടെ നിന്നും പോകുന്നുണ്ട് ആദർശിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു കപ്പ് അവിടെ മാറ്റി വെച്ചത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അത് കാണുമ്പോൾ ദേവയാനി മനസ്സിൽ കരുതുന്നുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ മരുമകള് ഇത് മാറ്റിവെച്ചതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും എൻ്റെ മരുമകൾ ഉണ്ടാക്കിയ ഭക്ഷണമോ പായസമോ ഒക്കെ കഴിച്ചിട്ട് എത്ര നാളായി. എൻ്റെ മരുമകൾക്ക് അപാര കൈപുണ്യം തന്നെയാണ്. അവൾ എന്തുണ്ടാക്കിയാലും അതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ആ ഒരു കാര്യം ഞാൻ ഇന്നേ വരെ അവളോട് തുറന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും എൻ്റെ മരുമകൾ ഉണ്ടാക്കിയത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബൗളിലെ പായസം എടുത്തിട്ട് ദേവയാനി അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ശരിക്കും ദേവയാനിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കും നയന ആ ഒരു ബൗളിലെ പായസം അവിടെ തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കുക. ദേവയാനി ഇങ്ങനെ പായസം കുടിക്കുന്നതെല്ലാം, താനുണ്ടാക്കിയ പായസം കുടിക്കുന്നതെല്ലാം നയന ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ നയനയ്ക്ക്. അതോടൊപ്പം മനസ്സിൽ പറയുന്നുണ്ട്, ഓ ഈ അമ്മ ആള് കൊള്ളാലോ, ഞാനുണ്ടാക്കിയ പായസമൊക്കെ ഇപ്പം ആർത്തിയോടെ കഴിക്കുന്നു. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി, അമ്മയുടെ മനസ്സിൽ എന്നോടിപ്പോൾ ദേഷ്യമില്ല. അമ്മ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വെറും അഭിനയമാണ്. ഞാൻ അമ്മയുടെ ഈ കള്ളത്തരങ്ങളെല്ലാം പിടിച്ചു അമ്മയെന്ന് പറഞ്ഞ് നയന ദേവയാനിയെ നോക്കി തന്നെ ചിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്നുകൊണ്ട്. ശേഷം തൻ്റെ കയ്യിലെ പായസം ആദർശിനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ദേവയാനി നയന ഉണ്ടാക്കിയ ആ കപ്പിലെ പായസം മുഴുവനായിട്ട് കുടിച്ചു തീർക്കുന്നുണ്ട്. പക്ഷേ അവളുണ്ടാക്കിയ പായസം മുഴുവൻ ഞാനായിട്ട് കുടിച്ചു തീർത്തുന്ന അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് സംശയം തോന്നാൻ ഇടയാകും. അതുകൊണ്ട് നയനയ്ക്ക് ഒരിക്കലും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കപ്പെടുത്തിട്ട് അതിൽ നിറച്ചും പായസം ഒഴിച്ചിട്ട് നയന വെച്ച അതേ സ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് ദേവയാനി. എന്തായാലും ഈ ഒരു പരീക്ഷണം ചെയ്തോടുകൂടി തന്നെ നയനയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ശരിക്കും വ്യക്തമാവുകയാണ്. എന്നാലും എന്തുകൊണ്ടാണ് കാരണമെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതിനുവേണ്ടി നയന വീണ്ടും ദേവയാനിയെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ശേഷം നയന ചെന്ന് ദേവയാനിയുടെ മുറിയിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് നയന ആ കാഴ്ച കാണുകയാണ്. അതായത് ദേവയാനി നയനയുടെ ഫോട്ടോ തൻ്റെ ഫോണിൽ എടുത്തുകൊണ്ട് തന്നെ അതിങ്ങനെ സൂം ചെയ്ത് നോക്കുന്നതായിരിക്കും. നയന പുതുതായി ഡിസൈൻ ചെയ്ത ആഭരണം ഇട്ട ആ ഒരു ഫോട്ടോ ആയിരിക്കും ദേവയാനി നോക്കുന്നത്. ആ ഫോട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ട് ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ആ ഫോട്ടോയിൽ നോക്കി പറയുകയാണ്, എനിക്കൊരു മകളില്ലാത്ത കുറവ് ഞാൻ നിന്നിലൂടെയാണ് മോളെ നികത്തുന്നത്. എന്നാൽ എൻ്റെ മനസ്സിലുള്ള സ്നേഹമൊന്നും ഇപ്പം നിന്നോട് പ്രകടിപ്പിക്കാൻ എനിക്കാവില്ല. ഇതൊക്കെ നമ്മുടെ നയന കാണുകയാണല്ലോ. ദേവയാനി സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് നിറ കണ്ണുകളോടുകൂടി തന്നെയാണ് നയന അവിടെ നിൽക്കുന്നത്. അങ്ങനെ ദേവയാനി നയനയുടെ ഫോട്ടോ നോക്കി ഇരിക്കുന്ന സമയത്തായിരിക്കും ദേവയാനിയുടെ ഫ്രണ്ടായ ഗ്രേസി വിളിക്കുന്നത്. ഗ്രേസി ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, ദേവയാനി നീ ഇപ്പോൾ എന്നെ വിളിക്കലൊക്കെ ഒത്തിരിയധികം കുറവായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ എനിക്ക് ഒരുപാട് തിരക്കായതുകൊണ്ടല്ലേ ഗ്രേസി. എന്ത് തിരക്കാ ദേവയാനി നിനക്ക് അവിടെ ഉള്ളത്? നിനക്ക് ഇഷ്ടം പോലെ ജോലിക്കാരികളില്ലേ വീട്ടില്? അത്രയും ജോലിക്കാരൊക്കെ ഉണ്ടായിട്ട് പിന്നെ നിനക്കെന്താ ഇത്ര തിരക്ക് എന്ന് ഗ്രേസി ചോദിക്കുമ്പോൾ ദേവയാനി ഗ്രേസിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെയാണ് അടുക്കളയിൽ കയറി ഇപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത്, ജോലിക്കാരൊന്നുമില്ല. അതെന്താ ദേവയാനി, നിനക്ക് റെസ്റ്റ് ഒന്നും എടുക്കണ്ടേ? നീ ഇപ്പോഴേ അടുക്കളയിലോട്ടൊക്കെ കയറാൻ തുടങ്ങിയോ? അപ്പൊ ദേവയാനി പറയും, എന്ത് റെസ്റ്റ്, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. തുടർന്ന് ഗ്രേസി ചോദിക്കുന്നുണ്ട്, അപ്പൊ നിന്റെ മരുമകള് നയനയോ, അവൾ അടുക്കളയിൽ കയറില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവയാനി ഒന്നും മിണ്ടാതെ അങ്ങ് ചിരിക്കുകയാണ്. അപ്പൊ ഗ്രേസി പറയുന്നുണ്ട്, എന്തായാലും നിന്റെ മരുമകൾ ഒരു മിടുക്കിയാണ് കേട്ടോ. അവള് ഡിസൈൻ ചെയ്ത ആഭരണങ്ങളൊക്കെ അതൊക്കെ നല്ല ഫേമസ് ആയിട്ടുണ്ട്. നയന കളക്ഷൻസിനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും വലിയ മതിപ്പാ. നിന്റെ മരുമകളാണ് ഇപ്പൊ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത്. അവളൊരു മിടുക്കി കുട്ടിയാ. എത്ര നന്നായിട്ടാണ് അവൾ ഓരോ ആഭരണങ്ങളും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം ഗ്രേസി നയനയെപ്പറ്റി പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ദേവയാനിക്കും എന്ത് പറയണമെന്നറിയില്ല. സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതേ ഗ്രേസി, അവളൊരു മിടുക്കിയ. അതുകൊണ്ടല്ലേ അവൾ എൻ്റെ മരുമകളായിട്ട് ആദർശിന്റെ ഭാര്യയായിട്ട് ഈ അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ വന്നത്. ദൈവം ആദർശിനെ അവന്റെ ഭാഗ്യമായിട്ട് കൊണ്ടു കൊടുത്തതാണ് എൻ്റെ നയന മോളെ. നയനയാണെങ്കിൽ ഇത് മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ.
തന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അമ്മായിയമ്മ ഇപ്പൊ തന്നെ വാനോളം പുകഴ്ത്തുന്നത് കാണുമ്പോൾ നയനയുടെ കണ്ണ് തള്ളി നിൽക്കുകയായിരിക്കും ഇതൊക്കെ കേട്ടിട്ട്. എന്തായാലും ദേവയാനിയുടെ ഈ മാറ്റം കാണുമ്പോൾ ഗ്രേസിയും ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, എന്താ ദേവയാനി, നീ ഇപ്പൊ നിന്റെ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയോ? എന്റെ മോള് പറഞ്ഞു നീയാണ് അവളെ വിളിച്ചിട്ട് ന്യൂസ് കൊടുക്കാൻ പറഞ്ഞതെന്ന്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ദേവയാനി. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ആ കുട്ടി ഒരു പാവമാണെന്ന്. അപ്പോഴും നീ എന്നോട് പറഞ്ഞത് അവൾ ആള് ശരിയല്ല എന്നൊക്കെയാ. ഇപ്പോഴെങ്കിലും നീ ആ കുട്ടിയുടെ നന്മ തിരിച്ചറിഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായെന്ന് പറയുന്നുണ്ട് ഗ്രേസി. അപ്പോൾ ദേവയാനിയും പറയും, അതേ ഗ്രേസി, ഞാൻ അവളുടെ നന്മ തിരിച്ചറിഞ്ഞില്ല, അതെല്ലാം എൻ്റെ തെറ്റായിരുന്നു. ഇപ്പൊ ഏതായാലും എനിക്ക് അവളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, അവളുടെ നന്മ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാടധികം വൈകിപ്പോയി എനിക്കറിയാം, എങ്കിലും ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം അവളെ സ്നേഹിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുകയാണ്. ഉടനെ ഗ്രേസി ചോദിക്കുന്നുണ്ട്, എന്നാലും നിനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം എന്താ? ഇങ്ങനെ പെട്ടെന്ന് നിനക്കൊരു തിരിച്ചറിവ് കിട്ടണമെങ്കിൽ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്, പറയടി എന്താ കാര്യം എന്നിങ്ങനെ ഗ്രേസി ചോദിക്കുന്നത് കേട്ട് ദേവയാനിയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഗ്രേസി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം പറയാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഗ്രേസിയുടെ നിർബന്ധത്തിനൊടുവിൽ ദേവയാനി പറഞ്ഞു തുടങ്ങുകയാണ്, ഇന്നത്തെ കാലത്തെ ഒരു പെൺകുട്ടികളും ചെയ്യാത്ത കാര്യമാണ് എൻ്റെ നയനമോൾ എന്നോട് ചെയ്തിരിക്കുന്നത്. മരണത്തിൽ നിന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഞാൻ ഇപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഗ്രേസിക്കും സന്തോഷമാവുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണല്ലോ, നീ ആ പെൺകുട്ടിയെ കണ്ടെത്തിയോ? ആരാണ് പെൺകുട്ടി എന്നൊക്കെ അത് ഗ്രേസിയും ചോദിക്കുമ്പോൾ ഏതായാലും എനിക്ക് കൂടെ ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് ഗ്രേസി താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഗ്രേസി നിനക്ക് ആ ഒരു പെൺകുട്ടിയെ കാണണമെന്നുണ്ടെങ്കിൽ നീ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അതേ ഗ്രേസി, എനിക്ക് ലിവർ തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് ആരാണെന്നറിയോ? എൻ്റെ മരുമകൾ നയനമോള് തന്നെയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുകയാണല്ലോ നയന ഇത് കേൾക്കുന്നതും ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട്. തുടർന്ന് ദേവയാനി ഗ്രേസിയോട് പറയുന്നുണ്ട്, എല്ലാവരും ചേർന്ന് എന്നിൽ നിന്നും മറച്ചു വെച്ചതാണ് ഈ രഹസ്യം. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പേടിച്ചിട്ടാണ് എല്ലാവരും എന്നിൽ നിന്നും ഇത് മറച്ചു വെച്ചത്. എന്നാൽ ഇതൊക്കെ ഇവർ മറച്ചു വെച്ചെങ്കിലും എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്തിയല്ലേ പറ്റൂ. ഞാൻ ഇന്നിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ആ പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സമയത്ത് എനിക്കും എൻ്റെ നയനമോളെ ചേർത്ത് കെട്ടിപ്പിടിക്കാൻ തോന്നിയിരുന്നു. പക്ഷെ പിന്നെ അത് വേണ്ടാന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവരും ചേർന്ന് ഇക്കാര്യം എന്നോട് മറച്ചു വെച്ചതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യം അറിഞ്ഞെന്ന് ആരെയും അറിയിക്കേണ്ടെന്ന് എനിക്കപ്പോൾ തോന്നി. ഇപ്പോഴും ഞാൻ ഈ ഒരു സത്യം അറിഞ്ഞു എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല. ഗ്രേസി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെന്താ ദേവയാനി നീ അങ്ങനെ ചെയ്തത്? അത് വലിയ പാപമല്ലേ? നയനമോള് സ്നേഹം അർഹിക്കുന്ന കുട്ടിയാ. അതുകൊണ്ട് തന്നെ നീ നയനമോളോട് സ്നേഹം മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അവളോടുള്ള ഈ സ്നേഹം അങ്ങോട്ട് തുറന്ന് പ്രകടിപ്പിക്കുക ദേവയാനി. അത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. എന്തായാലും ഇക്കാര്യം തൽക്കാലം ആരോടും പറയേണ്ടെന്നും ഗ്രേസി ഓർമ്മിപ്പിക്കുന്നുണ്ട് ദേവയാനി. എല്ലാവരോടും ഈ സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കാൻ ഗ്രേസി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒരുപാട് കാലം മറച്ചു വെക്കാനൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല ഗ്രേസി. സമയമാകുമ്പോൾ ഞാനിത് എല്ലാവരോടും തുറന്നു പറയും. നീയായിട്ട് ഇനി ഇത് ആരെയും അറിയിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ദേവയാനി. നയനയാണെങ്കിലോ ദേവയാനി എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ എന്നുള്ള ഷോക്കിൽ അങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ എല്ലാ സത്യങ്ങളും അറിയാം, അതുകൊണ്ട് തന്നെയായിരിക്കും അമ്മ എന്നെ സ്നേഹിക്കാനും തുടങ്ങിയത്. എന്താണെങ്കിലും താൻ അറിഞ്ഞ ഈ സത്യം ഇനി അമ്മയും അറിയിക്കേണ്ട എന്ന് തന്നെയായിരിക്കും നയനയും ചിന്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും വലിയൊരു അവാർഡ് ഫംഗ്ഷൻ വരുന്നത്. മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഡിസൈൻ ചെയ്തതുകൊണ്ടും നയന കളക്ഷൻസ് വമ്പൻ ഹിറ്റായതുകൊണ്ടും നയനയെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരിക്കും. ആ ചടങ്ങിൽ ദേവയാനിയും പങ്കെടുക്കുന്നുണ്ട്. നയന ദേവയാനിക്ക് സമ്മാനിച്ച ആ സാരി ഉടുത്തുകൊണ്ട് തന്നെയായിരിക്കും ദേവയാനി അങ്ങോട്ട് വരുന്നത്. നയനയോട് തൻ്റെ സ്നേഹം പുറമേ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഒരുപാടധികം സ്നേഹത്തോടെയും ഇഷ്ടത്തോടും കൂടി തന്നെയായിരിക്കും ദേവയാനി ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. തൻ്റെ നയനമോൾ ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതും അവളുടെ ആ ഒരു സന്തോഷവും ഒക്കെ കാണാൻ തന്നെ ദേവയാനി അവിടെ എത്തുന്നു. അങ്ങനെ അവാർഡെല്ലാം കയ്യിൽ കിട്ടിയതിനു ശേഷം നയനയോട് 2 വാക്ക് സംസാരിക്കാൻ പറയുന്ന സമയത്തായിരിക്കും നയന ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയുന്നത്. നയനയ്ക്ക് ആ ഒരു പുരസ്കാരം കൊടുക്കുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട്, ഈ അവാർഡ് ഞാൻ ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ആദർശേട്ടൻ്റെ അമ്മയ്ക്കാണ്. ആദർശേട്ടൻ്റെ അമ്മയുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞത്. എൻ്റെ കഴിവെല്ലാം മനസ്സിലാക്കി എൻ്റെ അമ്മ തന്നെയാണ് എന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനറായിട്ട് നിയമിച്ചത്. അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ അവാർഡ് കിട്ടില്ലായിരുന്നു. അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയതെന്നൊക്കെ
സ്റ്റേജിൽ നിന്ന് എല്ലാവരോടുമായിട്ട് പറയുകയായിരിക്കും നയന. എന്നാൽ നയനയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ ദേവയാനിയുടെ കണ്ണും നിറഞ്ഞു പോകുന്നു. അങ്ങനെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം നയന അവസാനം പറയുന്നുണ്ട്, അതെ അമ്മേ, എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അമ്മയ്ക്ക് കരൾ തന്നത് ഞാനാണെന്ന കാര്യം അമ്മ അറിഞ്ഞു എന്ന സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൂടെ കേൾക്കുമ്പോഴേക്കും ദേവയാനിയുടെ കണ്ണെല്ലാം നിറഞ്ഞു പോകുന്നുണ്ടെന്ന് മാത്രമല്ല, ആ സ്റ്റേജിലേക്ക് ഓടി വന്നിട്ട് ദേവയാനി നയനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അങ്ങനെ സത്യങ്ങളെല്ലാം ദേവയാനി എല്ലാവർക്കും മുമ്പിൽ വെച്ച് വിളിച്ചു പറയുന്നുണ്ട്. ശേഷം നയനയുടെ മുന്നിൽ തൊഴുകൈകളോട് നിന്നിട്ട് പരസ്യമായിട്ട് മാപ്പും പറയുന്നു. ശേഷം താൻ തൻ്റെ മരുമകളെ അംഗീകരിച്ചെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വളരെയധികം സ്നേഹത്തോടുകൂടി നയനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ദേവയാനി. പിന്നീട് അങ്ങോട്ടേക്ക് നയനയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതും ദേവയാനി തന്നെയായിരിക്കും. ഏതായാലും ദേവയാനി നയനയെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു ഫോട്ടോസും എല്ലാം തന്നെ ജലജയുടെയും ജാനകിയുടെയും ഫോണിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്